അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ മഹദി അലൈഹി ഇസ്ലാം വരെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ മഹദി അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വരാൻ പോകുന്ന ഒരു മഹാന്റെ ലഖബാണ്, ടൈറ്റിലാണ്. അദ്ദേഹത്തിന്റെ പേര് മറ്റൊന്നായിരിക്കും. കാരണം റസൂലുള്ളാഹ് എന്നുള്ളത് അതൊരു ലഖബാണ്. മുഹമ്മദ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര്. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ഉള്ളത് 2000 കൊല്ലത്തിന് മേലേക്കാണ്. 2022 അതേപോലെ അറബി കൊല്ലപ്രകാരം 1400 വർഷത്തിന്റെ മുകളിലായി. ഇത് ഖിയാമത്തിന് ഏറ്റവും അടുത്തൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഇമാം മഹദി വരുന്നത്. ഇമാം മഹദി അലൈഹി ഇസ്ലാം അദ്ദേഹവും റസൂലും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിൽ റസൂലുള്ളാഹിയുടെ ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇമാം മഹദിയാണ്. അത് മറ്റൊരു ഔലിയാക്കളോ മറ്റു അമ്പിയാക്കളോ ഒന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് പോലും അതേപടി വരുന്നത് ഇമാം മഹദിക്കാണ്. അതിനും കാരണങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തല്ല, ഒരു ബഷറല്ല, ഒരു മനുഷ്യനല്ല, മനുഷ്യന്റെ പോലെയാണ്. അപ്പോ എല്ലാ കാര്യങ്ങളും കാണുന്നവർക്ക് മനുഷ്യനാണെങ്കിലും അത് ശരിക്കും എന്തല്ല, മനുഷ്യനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ മനുഷ്യരും ജനിക്കുന്ന പോലെ ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്നുണ്ടായതുമല്ല. എന്നാൽ മനുഷ്യന്മാരെ കണ്ണിൽ അങ്ങനെ ആവും വേണം. അല്ല എങ്കിൽ അവരെന്ത് ചിന്തിക്കും? മനുഷ്യനല്ലാത്ത ഒരാൾക്ക് സാധിക്കുന്നത് പോലെ നമ്മൾക്ക് സാധിക്കൂല, അതുകൊണ്ട് നമ്മൾ അതിന് ശ്രമിക്കണ്ട എന്നുള്ള ഒഴിവുകൾ പറയും. അതിന്റെ പേരിൽ അല്ലാഹു തആല ചെയ്ത ഹിക്മത്തുകളാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്നുണ്ടായതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ സൃഷ്ടിപ്പിന്റെ രഹസ്യം സിദ്റത്തുൽ മുൻതഹ എന്നുള്ള ശജറത്തുൻ നൂറിൽ നിന്നും ഉണ്ടായതാണ്. അവിടെ നിന്നും ജിബ്രീൽ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഒരു വെളുത്ത ദ്രാവകം ആ മരത്തിൽ നിന്നും കൊണ്ടുവന്ന് ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ വായിലേക്ക് കൊടുത്തതാണ്. ഗർഭിണിയാവാൻ കാരണം ഈ ദ്രാവകമാണ്. മഹദി ആമിന ബീബി റളിയല്ലാഹു അൻഹ ഒരു ദിവസം കലശലായ ദാഹം അനുഭവപ്പെട്ട സമയത്ത്, ആ ദാഹത്തിന്റെ പാരമ്യം എത്തിയ സമയത്ത് ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്നുള്ള മലക്ക് ഈ ദ്രാവകമായി വന്നുകൊണ്ട് മഹദിക്ക് കൊടുത്ത്, മഹദി അത് കുടിച്ചുകൊണ്ടാണ് ഗർഭിണിയായത്. ഈ ദ്രാവകം ഒരു മനുഷ്യരൂപം പൂണ്ട് ആമിന ബീബി റളിയല്ലാഹുവിന്റെ വയറിൽ. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖീഖത്ത്, ശരിക്കുള്ള ഹഖീഖത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധം ഈ ലോകത്തോടാണ്. ആ ലോകത്തിൽ നിന്നും വന്ന ഇന്ദ്രിയത്തുള്ളിയാണ്. ഇന്ദ്രിയത്തുള്ളി അല്ലാതെ അതാ ചെടിയുടെ, ആ മരത്തിന്റെ എസൻസ് ആണത്. റിപ്പോർട്ടുകളും വെളുത്ത പാല് കുടിപ്പിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ രഹസ്യം ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മഹദി അലൈഹി ഇസ്ലാമിന്റെയും ബന്ധവും ഇതുവഴി തന്നെയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹദി അലൈഹി ഇസ്ലാമിനെയും എന്റെ കുടുംബത്തിൽ നിന്നാണ് എന്നൊക്കെ പറയാൻ കാരണം, സയ്യിദിയാണ് എന്നൊക്കെ പറയാൻ കാരണം. ഈ സയ്യിദി ബന്ധം മറ്റൊരു ജിസ്മാനിയ ബന്ധത്തിലും ഉണ്ടാവുന്നതല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിപൂർണമായും പ്രകാശാണ്. അതിന്റെ കാരണം ഈ ശജറത്തുൻ നൂർ എന്നുള്ള മരത്തിൽ നിന്നുള്ള ദ്രാവകം കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിസ്മ് പടക്കപ്പെട്ടത്. അപ്പൊ അത് പരിപൂർണമായിട്ടും നൂറാണ്. ജിസ്മ്, ആത്മാവിന്റെ കാര്യം വേറെ, ജിസ്മ് പരിപൂർണമായിട്ടും നൂറാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയും പരിപൂർണമായിട്ടും നൂറാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ബത്തൂലായിട്ടും എന്നാൽ മെൻസസ് ഇല്ലാത്തവളായിട്ടും കുട്ടികളുണ്ടായത്. ആ നൂറിലേക്ക് വീണ്ടും നൂറ് വന്നിറങ്ങിയതാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെയും ജന്മം ഇങ്ങനെ തന്നെയാണ്, ഈ പറഞ്ഞ രീതിയിലാണ്. അതുകൊണ്ട് ഹസൻ റളിയല്ലാഹുവിന്റെയും ഹുസൈൻ റളിയല്ലാഹുവിന്റെയും രണ്ടുപേരും നൂറാണ്, പരിപൂർണമായിട്ടും നൂറാണ്. പഞ്ചതൻ പാക്ക് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവരുടെ ആ പാക്ക് ശുദ്ധി ഇതുകൊണ്ടാണ്, നൂറ് എന്നുള്ള വിഷയം കൊണ്ടാണ്. കാരണം അള്ളാഹു നൂറാണ്. അള്ളാഹുവിന്റെ ദാസന്മാരായ ഈ 4 പേരും നൂറാണ്. സൈനബ് റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന ഒരു പുത്രിയുണ്ട്, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ, അവരും നൂറാണ്. പക്ഷെ പിന്നീട് നൂറില് ഇടിവ് സംഭവിക്കുന്നുണ്ട്. കാരണം പിന്നീട് റസൂലുള്ളാഹിന്റെ പരമ്പര പോകുന്നത് ഹസൻ റളിയല്ലാഹുവിലൂടെയും ഹുസൈൻ റളിയല്ലാഹുവിലൂടെയാണ്. അവര് കല്യാണം കഴിക്കുന്നത് നൂറിനെ അല്ല, നൂറ് കൊണ്ട് പടക്കപ്പെട്ട ജിസ്മിനെ അല്ല. എന്നതിന്റെ പേരിൽ നൂറിന്റെ ജിസ്മും മണ്ണ് കൊണ്ടുണ്ടാക്കിയ ജിസ്മും തമ്മിൽ ബന്ധപ്പെടുകയാണ്. അതിൽ നിന്നും ഉണ്ടാകുന്ന കുട്ടികൾ പകുതി നൂറായിരിക്കും, പകുതി മണ്ണായിരിക്കും. അപ്പോൾ 50% അതിൽ കമ്മിയായിപ്പോയി. പിന്നീട് 50% കമ്മിയായിപ്പോയ പുരുഷൻ മറ്റൊരു സ്ത്രീ വിവാഹം കഴിക്കുമ്പോൾ അവരിൽ നിന്നും വീണ്ടും പകുതിയാവും. 75% നഷ്ടപ്പെടും, 25% ബാക്കി നിൽക്കുള്ളൂ. ഇങ്ങനെ കണക്ക് കൂട്ടുന്ന സമയത്ത് 7 തലമുറ കഴിയുന്ന സമയത്ത് ഈ നൂറ് പരിപൂർണമായിട്ടും ഇല്ലാതായിപ്പോയി. ജിസ്മാനിയായി നോക്കുക, ശാരീരികമായി നോക്കുകയാണെങ്കിൽ ശരീരത്തിൽ നിന്നും ആ നൂറിന്റെ അംശം പരിപൂർണമായി മാറി, സാധാരണ മണ്ണായി തീർന്ന്. 7 തലമുറ വരെ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽ ജിസ്മിൽ നൂറിന്റെ അംശം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 7 തലമുറ കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെ പോലെയുള്ള ജിസ്മായിട്ട് മാറി. പിന്നെ അതിൽ ജിസ്മ കൊണ്ടുള്ള പ്രത്യേകത അതിൽ ഉണ്ടാവുന്നില്ല.
പിന്നെ അവരവരുണ്ടാവുന്ന റുഹാനിയായിട്ടുള്ള താക്കത്ത് അല്ലെങ്കിൽ മഹത്വം എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ചാണ് അവരുടെ മഹത്വം വരിക. അല്ലാതെ ജിസ്മിനെ കൊണ്ട് മഹത്വം ഇല്ല. ജിസ്മിനെ കൊണ്ട് മഹത്വം ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹിക്കും റസൂലിന്റെ പുത്രിക്കും പുത്രന്മാർക്കും അവരുടെ 7 സന്താന പരമ്പരക്കും ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ ഇമാം മഹ്ദി അലൈഹി ഇസ്ലാം വരുന്നത് ഈ കുടുംബത്തിൽ അവസാനത്തെ ആളായിട്ടാണ്, അവസാനത്തവനായിട്ടാണ്. എന്നിരിക്കെ ഈ ജിസ്മു കൊണ്ടുള്ള മഹത്വം അതിലേക്ക് എത്തിച്ചേരൂല. കാരണം ജിസ്മു കൊണ്ട് എത്തേണ്ട 100 കഴിഞ്ഞു പോയി. കുടുംബം എന്നുള്ള നിലക്ക് ഈ കുടുംബത്തിലൂടെയുള്ള മഹത്വം അല്ല ഇമാം മഹ്ദിയിലേക്ക് വന്നു ചേരുക. പക്ഷെ അത് എങ്ങനെയായിരിക്കും? ഈ വഴിയാണ്. റസൂലുള്ളാഹിനെ എങ്ങനെയാണ് പടക്കപ്പെട്ടത്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു ഫാത്തിമ റളിയല്ലാഹുനൊക്കെ എങ്ങനെയാണോ അതേപോലെ ആ ഒരു ലോകത്തിൽ നിന്നും ഉള്ള ദ്രാവകം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇമാം മഹ്ദിയും പടക്കപ്പെട്ടത്. അതിന്റെ പേരിലാണ് ഇമാം മഹ്ദി അലൈഹി ഇസ്ലാമിനെ എന്റെ കുടുംബത്തിൽ നിന്നെന്ന് പറയാൻ കാരണം. പക്ഷെ ഇതൊരു രഹസ്യമാണ്. ഈ രഹസ്യം അറിഞ്ഞവർക്ക് അത് അറിയുള്ളൂ. അല്ലാത്തവർക്ക് ബാഹ്യമായിട്ട് ഉള്ള രീതി തന്നെ പറഞ്ഞു കൊടുക്കണം. കാരണം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കുടുംബം എന്റെ മഹ്ദി എന്നൊക്കെ പറയുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ ഉദ്ദേശം ഇങ്ങനെയാണ്. മനസ്സിലാക്കുന്നവർ അവർ മനസ്സിലാക്കി ഇൽമിലൂടെ മനസ്സിലാക്കുക. ഇനി നമ്മൾ പഠിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിസ്മ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച 3 അറവാഹുകളുണ്ട്. നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ വിഷയമുണ്ട്. ജിസ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പടക്കാൻ 3 ആത്മാവിന്റെ ആവശ്യങ്ങളുണ്ട്. അതിലുള്ള കണ്ടൻസ് ഒട്ടിപ്പിടിച്ചിരിക്കാനായിട്ട് ജമാദി റൂഹിന്റെ ആവശ്യമുണ്ട്, അഥവാ ലോഹാത്മാവ്. അതേപോലെ വളരാന് സസ്യാത്മാവ്, ബൊട്ടാണിക്കൽ സോൾ. അല്ലാന്നുണ്ടെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സസ്യാത്മാവ്, അറബിയിലാണെങ്കിൽ നബാത്തി റൂഹ്. ഇതിന്റെ ആവശ്യമുണ്ട്. അതിന്റെ ഘടനയ്ക്ക് വേണ്ടിക്കാണ്ട് ഒരു ജീവാത്മാവ് അല്ലെങ്കിൽ ഹൈവാനി റൂഹ്. ഇതിന്റെ 3 ആവശ്യമുണ്ട്. ഈ 3 കാര്യങ്ങൾ, ഈ 3 റൂഹുകളാണ് ജിസ്മിനെ തീരുമാനിക്കുന്നത്. ജിസ്മിന്റെ നിലനിൽപ്പ് ഈ 3 റൂഹിനെ കൊണ്ടാണ്. ഈ 3 റൂഹുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇന്നും ഉണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിസ്മിന് പ്രത്യേകത ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അമ്പിയാക്കളെ ജിസ്മുകളൊന്നും ശരീരങ്ങളൊന്നും മണ്ണ് തിന്നൂല എന്നുള്ളത്. അതെല്ലാ അമ്പിയാക്കൾക്കും ഉള്ള ഒരു പ്രത്യേകതയാണ്. അതേപോലെ ശുഹദാക്കൾക്കുള്ള പ്രത്യേകതയാണ്. ശുഹദാക്കൾക്കും അമ്പിയാക്കൾക്കും ആ പ്രത്യേകത ഉണ്ട് എന്ന് വെച്ചുകൊണ്ട് ഈ ശുഹദാക്കളെക്കാളും മഹാന്മാരായ ആളുകളെ ജിസ്മ് മണ്ണ് തിന്നിട്ടുണ്ട്. അതിൽ മഹത്വമൊന്നുമില്ല. മഹത്വം അതിൽ കിടക്കുന്ന വിഷയമല്ല. കാരണം ജിസ്മ് നശിക്കാനുള്ളതാണ്. പക്ഷെ അല്ലാഹു തആല ചിലർ ആദരിച്ചത് ഈ വഴിയാണ്. അതുകൊണ്ട് അമ്പിയാക്കളെ ശുഹദാക്കളെ ജിസ്മിനെ മണ്ണ് തിന്നൂല. എങ്കിലും അവർക്ക് ജിസ്മ് കൊണ്ട് പുറത്തു പോകാൻ കഴിയില്ല. ഖബറിൽ നിന്ന് റൂഹ് കൊണ്ട് പുറത്തു പോകാൻ കഴിയുമെങ്കിലും ജിസ്മ് കൊണ്ട് പുറത്തു പോകാൻ കഴിയില്ല. പക്ഷെ റസൂലുള്ളാഹിക്ക് അത് കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജിസ്മ് കൊണ്ട് ഉദ്ദേശിച്ച സ്ഥലത്തൊക്കെ പോയി വരാൻ സാധിക്കും. എന്തിനും സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഹയാത്തുൻ നബി എന്ന് പറയാൻ കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നവരാണ് ഈ അർത്ഥത്തിലും കൂടിയാണ് പറയുന്നത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ത്? ഞാൻ 1500 വർഷത്തിന് മുകളിൽ അല്ലെങ്കിൽ 1400 വർഷത്തിന് മുകളിൽ ഞാൻ ഖബറിൽ കിടക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കണക്കാക്കിയത് എന്താണ്? നമ്മൾ കണക്കാക്കിയത് അതിനുശേഷം ഖിയാമത്ത് സംഭവിക്കുമെന്നതാണ്. അങ്ങനെ ചിന്തിച്ച് അത് അറിയാത്തവർ അങ്ങനെ ചിന്തിക്കുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷാറത്ത് എന്തിനോടാണ്? ആ 1500 കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1400 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ജിസ്മ് എന്ത് ചെയ്യും? ആ ജിസ്മ് ഉണ്ടാവേണ്ട ഇൻഗ്രീഡിയൻസ് ആയ ഈ 3 ആത്മാക്കൾ അവിടെ നിന്നും മാറി മറ്റൊരു ജിസ്മിലേക്ക് പോകും. എല്ലാവരിലും അത് സംഭവിക്കുന്നുണ്ട്. സാധാരണക്കാരെ ആളുകളുടെ 3 ദിവസം കൊണ്ട് സംഭവിക്കും. 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആത്മാക്കൾ മറ്റൊന്നിലേക്ക് പോകും. അല്ല എങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്ത് അത് മാറി നിന്നുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് മറ്റൊന്നിലേക്ക് ചെന്ന് ചേരും. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ആത്മാക്കൾ അതിൽ നിന്നും മാറും. ഇത്രയും വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറിക്കൊണ്ട് ഇമാം മഹ്ദി അലൈഹി ഇസ്ലാമിന്റെ ജിസ്മിലേക്ക് അത് മാറ്റപ്പെടും. ഇമാം മഹ്ദി അലൈഹി ഇസ്ലാം ഏത് മാതാവിന്റെ വയറിലാണോ ജനിക്കാനിരിക്കുന്നത് ആ മാതാവിന്റെ വയറ്റിലേക്ക് ഈ 3 ആത്മാക്കൾ ചെന്ന് ചേരും. അങ്ങനെ ഇമാം മഹ്ദി അലൈഹി ഇസ്ലാമിന്റെ ജിസ്മു മുബാറക്കും അതേപോലെ തന്നെ റസൂലുള്ളാഹി ജിസ്മു മുബാറക്കിലും ഉണ്ടാവാൻ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് രണ്ടും ഒന്നായിരിക്കും. എന്താണ് വലൽ ആഖിറത്തു ഖൈറുൽ ലക്കമിൽ ഊല എന്ന് പറയാൻ കാരണം? തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹുവിന്റെ മുമ്പിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ട് പുഞ്ചിരിച്ചതും. അത് മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനവും ഇമാം മഹ്ദിയുടെ വാഹനവും ഒന്ന് തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ വീടും ഇമാം മഹ്ദി അലൈഹി ഇസ്ലാമിന്റെ വീടും ഒന്ന് തന്നെ. അതോടുകൂടി അതിനുള്ളിലുള്ള ചില ആത്മാക്കളും കോമൺ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അക്ഫ എന്നുള്ള ആത്മാവും ഇമാം മഹ്ദിയുടെ അക്ഫ എന്നുള്ള ആത്മാവും ഒന്ന് തന്നെയാണ്. രണ്ടും ഒരേപോലെ ആയിത്തീരും. അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ കോമൺ ആയിട്ട് വരും. എന്നാൽ റൂഹ് രണ്ടും ഒന്നല്ല. റൂഹ് രണ്ടും വ്യത്യാസമുണ്ട്. ഇമാം മഹ്ദിക്ക് വേറെ റൂഹുണ്ട്, റസൂലുള്ളാഹിക്ക് വേറെ റൂഹുണ്ട്. എന്നാൽ ജിസ്മ് രണ്ടും ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിസ്മിന്റെ ആവശ്യം ഇല്ല. കാരണം ഈ ലോകത്തുനിന്ന് വിട്ടുപോയതാണല്ലോ. ആ ലോകത്തിൽ ആക്റ്റീവ് ആകുതാനും
ആദ്യം ഗ്രഹിക്കേണ്ട സംഗതി. കാരണം ഒരുപാട് രഹസ്യങ്ങൾ പൊതിഞ്ഞു വെച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ വിഷയങ്ങൾ. അതിന്റെ പേരിൽ അറിവില്ലാതെ നമ്മൾ എടുത്തു ചാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ പഞ്ചനീർ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. മുമ്പ് നമുക്ക് അറിവ് കിട്ടിയിരിക്കണം. അറിവ് ഉണ്ട് എങ്കിൽ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ പ്രയാസം ഉണ്ടാവില്ല. പൊതു സ്വഭാവം അറിവില്ലാത്ത കാര്യം നിഷേധിക്കല്, ആ നിഷേധം കൊണ്ട് പല വിഷയങ്ങളും ഉണ്ടാവും. അവൻ എന്നേക്കുമായി ഒരു പക്ഷേ ആ ഇൽമിന്റെ കവർ അടഞ്ഞു പോകും, ഒരിക്കലും വെളിപ്പെട്ട് കിട്ടൂല, നിസ്സാരനാക്കി കളയും. ഈ അറിവില്ല എങ്കിൽ നമുക്ക് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി ഉണ്ട്, സൂക്ഷ്മത എന്നുള്ള വിഷയം. അറിയാത്ത വിഷയത്തിൽ അഭിപ്രായം പറയാതിരിക്കുക, തെറ്റായ കാര്യം ചിന്തിക്കാതിരിക്കുക എന്നുള്ള വിഷയം, അതില്ലാത്തതാണ് പ്രശ്നം. ഇത് ആ സൂക്ഷ്മത ഇല്ലാത്തവർക്ക് സൂക്ഷ്മത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും.